സിൽവർ ലൈൻ പദ്ധതി LDF സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായി അവതരിപ്പിച്ച ഒന്ന്. നിരവധി പ്രത്യേകതകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ സർക്കാർ വിഭാവനം ചെയ്തപ്പോൾ അതിലൊന്ന്, കാസർഗോഡ് കൊച്ചുവേളി വരെ 532 കിലോമീറ്റർ നീളത്തിൽ സെമി ഹൈസ്പീഡ് റെയിൽ എന്നാണ് വിഭാവനം ചെയ്തത്. മണിക്കൂറിൽ പരമാവധി 200 കിലോമീറ്റർ വേഗത്തിലാണ് തീവണ്ടികൾ ഈ പദ്ധതിയിലെ റെയിൽ പാളങ്ങളിലൂടെ ഓടുക എന്നുള്ള പ്രത്യേകത. മറ്റൊന്ന്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രാ സമയം കേവലം 4 മണിക്കൂർ മാത്രമാണ് എന്ന് പറയുമ്പോഴാണ് ഇതിനെ അത്ഭുതത്തോടെ ജനങ്ങൾ കണ്ടത്. 14 ജില്ലകളിലൂടെ റെയിൽവേ പാത കടന്നുപോകും. 11 ജില്ലകളിലൂടെ റെയിൽവേ പാത കടന്നുപോകും. 11 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോപ്പുകൾ, അതായത് ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പ് എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ സർക്കാർ അല്ലെങ്കിൽ റെയിൽ വിഭാവനം ചെയ്തത്. പ്രതിദിനം ഏതാണ്ട് 80,000 യാത്രക്കാർ ഈ ട്രെയിനുകളിലൂടെ സഞ്ചരിക്കും എന്നായിരുന്നു മറ്റൊരു അവകാശവാദം. ഇതിനെതിരെ നിരവധിയായ വിമർശനങ്ങൾ ആദ്യം മുതലുണ്ടായി. ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ ജനസാന്ദ്രതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. അതിലൊന്ന്, ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ പദ്ധതിയല്ല ഇത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത്, ശരിയായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് എന്നുള്ള വലിയ ഒരു ആക്ഷേപം ഉയർന്നു. പദ്ധതി നടപ്പിലാക്കുമ്പോൾ 75,000 പേർ, അതായത് 75,000-ഓളം ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ടി വരും എന്നുള്ളത് ഈ പദ്ധതിയെക്കുറിച്ചുള്ള എതിർപ്പ് വളരെയധികം വർദ്ധിക്കാൻ ഇടയാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അന്ന് കണ്ടിരുന്നു. മറ്റൊന്ന്, ഇതിൻ്റെ DPR, ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല കൃത്യമായി. അത് ജനത്തിന് ഈ പദ്ധതിയെക്കുറിച്ച് ധാരണയില്ലാത്തതാണ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്നു. ഏതാണ്ട് 1383 ഹെക്ടർ ഭൂമി പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇതെങ്ങനെ പ്രായോഗികമാകും എന്നുള്ളതായിരുന്നു സംശയം. പല ഭാഗങ്ങളിലും കുറ്റികളിട്ടു, കല്ലുകളിട്ടു. ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായി. മഞ്ഞക്കുറ്റി എന്ന് പറഞ്ഞ് പല ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെട്ടു. ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു. അങ്ങനെ റെയിലിനെതിരെ അല്ലെങ്കിൽ സിൽവർ ലൈൻ, റെയിൽ വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വ്യാപകമായ വിമർശനവും പ്രതിഷേധവും കേരളത്തെമ്പാടുമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിർദ്ദേശത്തെ കേന്ദ്രം ഒരു കാരണവശാലും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ഈ പദ്ധതിയുടെ അകാല ചരമത്തിന് കാരണമായി എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും റെയിൽ വരും എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സിൽവർ ലൈൻ വരുമെന്ന് പറയുമ്പോഴും ഈ പദ്ധതിയുടെ ഫീസിബിലിറ്റി സംബന്ധിച്ച് പല പ്രമുഖരും, ഈ ശ്രീധരൻ അടക്കമുള്ള പല പ്രമുഖരും പല തലങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊന്ന്, അതിനുശേഷമാണ് ഇപ്പോൾ വന്ന വാർത്തയനുസരിച്ച് ഈ ശ്രീധരൻ മെട്രോമാൻ ഇടപെട്ട് കേരളത്തിന് ഒരു അതിവേഗ പാത സമ്മാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ വിവിധ റെയിൽവേ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ റെയിലിനെ അല്ലെങ്കിൽ സിൽവർ ലൈനിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഒരു അതിവേഗ പാത, അത് പ്രധാനപ്പെട്ട ഒന്ന്, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അതിവേഗ പാത എന്നുള്ളതാണ്. വിശദമായ പദ്ധതി തയ്യാറാക്കാൻ DMRCയെ, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം എന്നുള്ളതാണ്. അതായത് രക്ഷകനായി വീണ്ടും മെട്രോമാൻ വരുന്നു. കേരളത്തിലുള്ള അതിവേഗ പാതയ്ക്ക് രക്ഷകനായി വീണ്ടും മെട്രോമാൻ വരുന്നു. ഈ ശ്രീധരൻ്റെ മേൽനോട്ടത്തിലാകും ഈ നിർമ്മാണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊന്നാനിയിൽ DMRCയുടെ ഇതിനായുള്ള പ്രത്യേക ഓഫീസ് സംവിധാനം ഉടൻ തുടങ്ങും എന്നുള്ള മറ്റു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത, മറ്റ് ഈ റെയിലുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ജനവാസ മേഖലകളെ ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മേൽപ്പാലങ്ങളും തുരങ്കങ്ങളും ഉപയോഗിച്ചുള്ള പാതയായിരിക്കും ഉണ്ടാവുക. കാരണം ഈ മേൽപ്പാലങ്ങൾ ജനവാസ മേഖലകളിലൂടെ കഴിവതും കടന്നു പോകാതെ ജനവാസ മേഖലകളിൽ കൂടെ പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ധാരാളം ഭൂമി ഏറ്റെടുക്കാതെ ഇത് പോകും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിലവിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത പ്രദേശങ്ങൾക്കാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻഗണന എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നേരത്തെ ഉള്ള പല ആക്ഷേപങ്ങളും ആ തരത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് കേരളത്തിന് സ്വീകാര്യകരമായ ഒന്നായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് എത്ര ബജറ്റ് വരും, എത്ര കാലം കൊണ്ട് ഇത് പൂർത്തിയാക്കും, എത്ര സ്ഥലം, കുറച്ചെങ്കിലും നാമമാത്രമെങ്കിലും എത്ര സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായ പഠനം ഇപ്പോൾ നടന്നു വരികയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്ന് കൊച്ചുവേളിയിൽ എത്താവുന്ന തരത്തിലുള്ള ഒരു അതിവേഗ പാത നമ്മൾക്ക് സ്വപ്നം കണ്ടു തുടങ്ങാം. എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.